ട്രംപ് വീണ്ടും തീരുമാനങ്ങൾക്ക് യു ടേൺ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഈ യു ടേൺ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു പുത്തരിയായിട്ടുള്ളൊരു കാര്യമല്ല. വെടിനിർത്തലിന്റെ കാലാവധി വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കൃത്യമായ ഒരു കണക്ക്, ഇത്ര ദിവസം, 10 ദിവസമെങ്കിൽ 10 ദിവസം, അങ്ങനെയൊന്നും വ്യക്തമായ ഒരു കണക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപിൽ നിന്ന് ഇപ്പൊ ഈ വെടിനിർത്തൽ കരാറിന് വീണ്ടും ദൈർഘ്യം കൂട്ടുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യുദ്ധത്തിൽ പരാജിതനായി പോകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ, ഇറാനുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ താൻ തകർന്നടിയുമാണെന്നുള്ള ഒരു ജൽപ്പനകളാവാം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വാദങ്ങളിലേക്ക് പടച്ചുവിടുന്നത്. മൊത്തത്തില് ഇപ്പം നമ്മൾ മൊത്തത്തിൽ കാണുന്ന ട്രംപ് ഒരു ഉൾവലിയുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. പൊതുവെ നടത്തുന്ന സമാധാന ചർച്ചകളിലൊന്നും ഇറാൻ പങ്കെടുക്കുന്നില്ല. പൂർണ്ണമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ, ഒരു രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ അതിന് തയ്യാറാവുന്നു ഇവരില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമൂസിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ബാരിക്കേഡ്, അവിടെ ഉണ്ടായിട്ടുള്ള ഉപരോധം അത് പിൻവലിക്കാതെ യാതൊരുവിധ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ലെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അമേരിക്ക ആ സെയിം ടൈമിൽ പറയുന്ന അമേരിക്കയുടെ വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു കാര്യം, ഈ ഉപരോധം എടുത്ത് മാറ്റുകയാണ് എങ്കിൽ ഇനി ഒരിക്കലും ഒരു സന്ധി സംഭാഷണങ്ങൾക്ക് ഇറാൻ വരികയില്ല. അങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ അമേരിക്കക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടുത്തെ നേതാക്കളെ അടക്കം വധിക്കേണ്ടി വരും, അവിടെ ബോംബ് ഇടേണ്ടി വരും. അങ്ങനെ ബോംബൊക്കെ ഇടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്കൊക്കെ പോകും. അതെ, തീർച്ചയായും. ഇപ്പം ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവര് UN-ന്റെ അടുത്ത് പരാതി നൽകിയിരിക്കുകയാണ് ഹോർമൂസിലുള്ള ഈ ഉപരോധം മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഉപരോധം മാറ്റുന്ന കാര്യത്തെ സംബന്ധിച്ച് US കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപരോധം മാറ്റുവാണെങ്കിൽ ഇറാൻ സമാധാന ചർച്ചയ്ക്ക് വരത്തില്ല. അങ്ങനെ വരാത്ത പക്ഷം ഞങ്ങൾക്ക് എന്താണ്, ആ നാട്ടിലേക്ക് ബോംബ് വർഷിക്കേണ്ടി വരും, അപ്പോൾ അവിടുത്തെ മുതിർന്ന നേതാക്കളെ മരണപ്പെടേണ്ടി വരും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം US പുറപ്പെടുവിക്കുമ്പോഴും എന്തിനാണെങ്കിലും നേരിടാനുള്ളൊരു കരുത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇറാനെയാണ് നമ്മൾ കാണുന്നത്. കാരണം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രശ്നത്തിന് എതിരിടുന്നുണ്ട്, സമാധാനമാണെങ്കിൽ അവർ സമാധാനത്തിൽ തന്നെ ആ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇപ്പൊ അബ്ബാസ് അരാഗച്ചി പറയുന്നുണ്ട് എന്താണ് ഇപ്പോഴുള്ള ഈ ഹോർമൂസിലെ ഈ ബ്ലോക്കേഡ് തന്നെ എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു വാറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കും വെല്ലുവിളികൾക്കും ഒന്നും തന്നെ ഇറാനെ അടിച്ചമർത്താൻ കഴിയില്ല എന്നവർ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്താണ് ഒന്നും ചെയ്യാൻ എന്ന് വെച്ചാൽ താൻ ഇനി യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുമെന്നും തനിക്ക് അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ജയിക്കുകയാണ്, ഞങ്ങൾ വീണ്ടും മുന്നേറുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും സ്വയമേ അങ്ങനെ ചിന്തിച്ചു കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൊള്ളയായ വാദങ്ങൾ തന്നെ അദ്ദേഹം പടച്ചുവിടുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ട്രംപിന്റെയും അമേരിക്കയുടെ ഒക്കെ അവസ്ഥ മൊത്തത്തിലൊരു ഡള്ളായിട്ട് വരുന്നത് ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ സോൾജേഴ്സിനില്ല എന്നൊരു കാര്യം വരുന്നു, കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടക്കാതെ വരുന്നു. ഇതിന്റെ ഇടയിൽ ഇവര് തന്നെ പറയുന്നുണ്ട് ഇവര് ഹോർമൂസ് കടലെടുക്ക് ഇവര് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഇടയിലൂടെ 10-26 കപ്പലുകൾ കടന്നു പോകുന്നു. അപ്പോൾ പ്രതിരോധം തീർക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പ്രതിരോധം ഒന്നും പൂർണ്ണമല്ല. അതിന്റെ ഇടയിലൂടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധം ഒരു തരത്തിലും പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിരോധമാണെന്ന് പറയാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ഞങ്ങൾ വലിയ ആളുകളാണെന്ന് പറയുന്നതിന്റെ അപ്പുറം അവർക്കൊന്നും സാധിക്കുന്നില്ല. അതെ, അമേരിക്കൻ സൈന്യത്തെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് 26ഓളം ഇറാൻ കപ്പലുകൾ അതിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് തികച്ചും വിജയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തങ്ങളെ കൊണ്ട് അതിന് സാധിക്കും, ഒരു മറുപടി അത്തരത്തിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു രീതി തന്നെയാണ് നമ്മളവിടെ കണ്ടുവരുന്നത്. അതില് ഇറാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ യുദ്ധം എപ്പോൾ തുടങ്ങും എന്നുള്ള കാര്യത്തിൽ അമേരിക്ക ഒരു തീരുമാനം എടുത്തു. പക്ഷെ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇറാൻ തന്നെയാണ് അതിലൊരു മേൽക്കൈ നേടിയിരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ തോന്നുന്നത്. മാത്രമല്ല ഇപ്പം അമേരിക്കയുടെ ഒരു എക്കണോമിക് സിസ്റ്റം ഒക്കെ താറുമാറായിക്കൊണ്ടേയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഡോളറുകളുടെ വിനിമയം മൊത്തത്തിൽ കുറയുന്നു എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നത്. അപ്പം മൊത്തത്തിൽ അമേരിക്കൻ എക്കണോമി തന്നെ ഈ ഒരു യുദ്ധം കൊണ്ട് ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ യുദ്ധം ഇനിയും മുൻപോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഗിമിക്കുകൾ കാണിച്ചുകൊണ്ട് തങ്ങൾ തോറ്റിട്ടില്ലെന്ന് വെറുതെ ജനങ്ങളെ ബോധിപ്പിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ അവർക്ക് ഒരു നല്ല പ്രതിരോധം തീർക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം യുദ്ധം എന്ന് പറയുന്നത് എന്താണ്, ലോക വിപണിയെ തന്നെ എന്താണ് വളരെയധികം ആക്കിയിട്ടുണ്ട്. കാരണം എണ്ണവില വളരെയധികം കുതിച്ചുയർന്നിട്ടുണ്ട്. അപ്പൊ ഇറാൻ എന്ത് വന്നാലും തങ്ങൾ കീഴടങ്ങില്ല എന്നൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയില് യുദ്ധം ഇപ്പൊ ഏകദേശം നിലവിലെ പശ്ചിമേഷ്യയിലെ സാധ്യത വെച്ചിട്ട് യുദ്ധമില്ല എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ എന്ന് കരുതിക്കൊണ്ടിരുന്നാലും ഇത്തരത്തിലുള്ള ഇപ്പൊ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലും നമ്മൾ ഇന്ത്യക്കാർ പോലും
പോലും എന്താണ് ഈ എണ്ണവില വർദ്ധിച്ചതിലാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധമില്ല എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനപ്പുറം നമ്മൾ വ്യാപാരി നമ്മള് വിപണിയിൽ വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ യുദ്ധം ഇല്ലെങ്കിൽ പോലും അതുകൊണ്ടുണ്ടായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ അങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ എൻറ്റയർ ലോകത്തിന്റെ സ്ഥിതിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എത്രമാത്രം ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും, എത്രമാത്രം ഫലപ്രാപ്തിയിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യുദ്ധം ഇല്ലെങ്കിൽ പോലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുക തന്നെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്കാണ് ചൈനയും മറ്റുമൊക്കെ അവരുടെ ഈ ഉപരോധം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ എന്താണ് ഈ സമാധാന ചർച്ചയിലേക്ക് ഇറാൻ വരണമെന്ന്, അല്ലെങ്കിൽ ഈ ഉപരോധം എല്ലാവരും ഏകദേശം അടുത്ത് കഴിഞ്ഞു. ആദ്യ കാലത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇത് ഇവർ തമ്മിലുള്ള പ്രശ്നമായിട്ടൊക്കെ തീരുമെന്നാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ലോകം മുഴുവൻ സംഭവിച്ചത് കൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് യുദ്ധം നിൽക്കണമെന്ന് തന്നെയാണ്. ഇപ്പം മറ്റുള്ള UAE പോലുള്ള രാജ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ കൊണ്ടുപോകുന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പല രാഷ്ട്രങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പം ചൈനയുടെ കടന്നുവരവ് തന്നെ, ചൈനയും പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം, അതായിരിക്കും സമാധാനത്തിന് നല്ലതെന്ന് പറയുമ്പോഴും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപരോധത്തിന്റെ ഇടയ്ക്ക് ഹോർമൂസിൽ കൂടെ MV ടൗസ്ക എന്ന് പറയുന്ന ഒരു കപ്പൽ കടന്നു പോയിട്ടുണ്ട്. ഇതിൽ എന്താണ് മിസൈലുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് ചൈനയുടെ ഒരു നീക്കമാണെന്നുള്ള ചില അഭ്യൂഹങ്ങൾ പല മാധ്യമങ്ങളും പുറത്തു വിടുന്നുണ്ട്. ചൈനയ്ക്ക് ഇതിൽ ഒരു പങ്കുണ്ടോ, യുദ്ധത്തിലേക്ക് ചൈന ഇതിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ള കാര്യങ്ങളും ഇതിൽ വളരെ പ്രധാനമായിട്ട് എന്തായാലും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊന്നും തന്നെ ഇതിനെപ്പറ്റി വന്നിട്ടില്ല. ചൈനയുടെ ആണെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു പറയേണ്ട യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹം വരുന്നത്. അപ്പം എല്ലാ തരത്തിലും വന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇറാന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ആ സെയിം സമയത്ത് ട്രംപിനെതിരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നു, ശബ്ദങ്ങൾ ഉയരുന്നു, അമേരിക്കയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് എന്ത് തന്നെയാലും ഇത് മൊത്തത്തിൽ മനസ്സിലാവുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം പിന്നെ യുദ്ധം കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതായിരിക്കില്ല. കാരണം അത് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ഒരിക്കലും ആർക്കും വിജയം എന്നതിൻ്റെ അപ്പുറം ഒരിക്കലും സമാധാനം കൊടുത്തിട്ടില്ല. അതിൽ ഇത് പൊലിഞ്ഞ ഒരുപാട് ജീവനുകളുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിച്ച് ലോക സമാധാനം പുനരാരംഭിക്കണമെന്നാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മിക്ക രാഷ്ട്രങ്ങൾക്കും ഇറാനോട് ഒരു സിമ്പതി അവർ കാണിക്കുന്നു. ഇറാൻ ആണെങ്കിൽ തിരിച്ചും കാണിക്കുന്നുണ്ട്, ചില രാഷ്ട്രങ്ങൾക്ക് ഫേവറുകളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട്. അപ്പം ഇറാനും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്നു. ഈ മറുവശത്ത് ട്രംപ് എല്ലാ രീതിയിലും തന്നെ യുദ്ധം തുടങ്ങുകയും ചെയ്തു, അമ്മാത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ട്രംപിന്റെ അവസ്ഥ. എല്ലാവരുടെയും എന്താ പറയാ ദേഷ്യത്തിനും പാത്രമായിരിക്കുന്നു, ലോകരാഷ്ട്രങ്ങളെ സമ്മർദ്ദവും കിട്ടുന്നു, എങ്ങനെയും നിർത്തിയിട്ട് ഓടിയാൽ മതി എന്നായിരിക്കും ഇപ്പം അമേരിക്ക മൊത്തത്തിൽ ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇനി നമ്മുടെ നാടിന്റെ സമാധാനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കാനാണ് നമുക്ക് സാധിക്കുക. അതിന് എല്ലാ രീതിയിലും എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇടപെട്ട് അത് സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടതെന്ന് തോന്നുന്നു.